നമസ്കാരം. 2000ത്തിന്റെ തുടക്ക വർഷങ്ങളിൽ മലയാളത്തിൽ തിരക്കേറിയ നടിയായിരുന്നു മീര ജാസ്മിൻ, കാവ്യ മാധവൻ, നവ്യ നായർ, ഗോപിക, ഭാവന എന്നിവരെല്ലാം. ഇവരായിരുന്നു അക്കാലത്തെ ഏറ്റവും തിരക്കുള്ള മലയാളി നടിമാർ. ഈ സമയങ്ങളിൽ നടിമാർ തമ്മിലുള്ള സൗഹൃദവും എടുത്തു പറയേണ്ടതാണ്. അഭിനയിച്ചുകൊണ്ടിരുന്ന കാലത്ത് തന്നെ കാവ്യയുമായി നല്ല സൗഹൃദമായിരുന്നു ഗോപികയ്ക്ക്. ഇരുവരും കൊച്ചിയിൽ വെച്ച് കാണാറുണ്ടെന്ന് ഗോപിക പറഞ്ഞിട്ടുണ്ട്. വിവാഹശേഷം വിദേശത്ത് വന്നപ്പോൾ അത് ഫോൺ വിളിയായി മാറി. പിന്നീട് മകന്റെ പിറന്നാളിലും മകളുടെ പിറന്നാളുകളെല്ലാം ഫോട്ടോകൾ അയക്കാൻ തുടങ്ങി. ഇത്തവണത്തെ അമ്മയുടെ മീറ്റിംഗിന് പോയപ്പോൾ ഒരുപാട് സംസാരിച്ചെന്നും ഗോപിക ഒരിടയ്ക്ക് പറഞ്ഞിട്ടുണ്ടായിരുന്നു. കാവ്യയുമായി മാത്രമല്ല, ദിലീപുമായും ഗോപികയ്ക്ക് നല്ല സൗഹൃദമുണ്ട്. ചാന്തുപൊട്ട്, പച്ചക്കുതിര, ദ ഡോൺ, സൊലെ എന്നീ ചിത്രങ്ങളിൽ ഗോപികയും ദിലീപും ഒന്നിച്ച് അഭിനയിച്ചിട്ടുണ്ട്. ഇപ്പോഴിതാ ഇവരുടെ സൗഹൃദത്തെക്കുറിച്ചുള്ള ഒരു കഥയാണ് പുറത്തേക്ക് വരുന്നത്. 2000 കാലഘട്ടത്തിൽ നിരവധി നടിമാരുണ്ടായിരുന്നു. ശ്രദ്ധേയ വേഷങ്ങൾ ഇവർ തുടരെ ലഭിച്ചിട്ടുണ്ടായിരുന്നു. മീര മലയാളത്തിന് പുറമെ മറ്റു ഭാഷകളിലും വലിയ താരമായി വളർന്നിരുന്നു. ഗോപികയ്ക്കും തമിഴിൽ മികച്ച വേഷങ്ങൾ ലഭിച്ചിട്ടുണ്ട്. ഭാവന മലയാളം കഴിഞ്ഞാൽ കന്നഡ സിനിമാ രംഗത്താണ് സജീവമായത്. കാവ്യ പക്ഷേ മലയാള സിനിമാ രംഗത്ത് തന്നെ ശ്രദ്ധ കൊടുക്കുകയായിരുന്നു. പ്രേക്ഷകർക്ക് കുറച്ചധികം സ്നേഹം അക്കാലത്ത് കാവ്യയോടായിരുന്നു ഉണ്ടായിരുന്നത്. ബാലതാരമായി വന്ന കാവ്യ നായികയായി മാറുന്നതും താരമായി വളരുന്നതും മലയാളി പ്രേക്ഷകർ കണ്ടതാണ്. ഗോപികയും കാവ്യയും അഭിനയ രംഗം പൂർണ്ണമായും വിടുകയായിരുന്നു. 2008 ഗോപികയുടെ വിവാഹം. വിവാഹശേഷം നടി ഭർത്താവിനൊപ്പം വിദേശത്ത് പോയി. ഇടയ്ക്ക് തിരിച്ചു വന്ന് ചില സിനിമകൾ ചെയ്തെങ്കിലും പഴയതുപോലെ സജീവമായില്ല. 2016 ദിലീപിനെ വിവാഹം ചെയ്ത ശേഷമാണ് കാവ്യ അഭിനയ രംഗം വിട്ടത്. ഗോപികയുടെ വിവാഹത്തെക്കുറിച്ച് ഒരിക്കൽ കാവ്യ പറഞ്ഞ വാക്കുകൾ ഇപ്പോൾ ശ്രദ്ധ നേടുകയാണ്. വിവാഹം എന്ന് പറയുന്നത് തലയിൽ വരച്ചതുപോലെയാണ്. ഗോപികയുടെ കല്യാണം തന്നെ ഏറ്റവും വലിയ ഉദാഹരണമാണ്. ഞങ്ങൾ എല്ലാവരും ഒരേ പ്രായത്തിലുള്ള കുട്ടികളാണ്. കല്യാണം നോക്കി തുടങ്ങി എന്ന് പറഞ്ഞിരുന്നു. 2 ആഴ്ച മുമ്പ് വരെ ഞങ്ങൾ കണ്ടതാണ്. ഒന്നും ആയിട്ടുണ്ടായിരുന്നില്ല. കുറച്ച് നോക്കി വെച്ചിട്ടേ ഉള്ളൂ. 2ാമത്തെ ആഴ്ചയായപ്പോഴാണ് അവൾ എന്നെ വിളിച്ച് കൺഫേം ആയി, നീ ഇതാരോടും പറയണ്ട എന്ന് പറഞ്ഞത്. ഞങ്ങൾ അടുത്ത കുറച്ച് സുഹൃത്തുക്കളുണ്ട്. ഞങ്ങളിൽ മാത്രം ഒതുങ്ങിയ കാര്യമായിരുന്നു. പിന്നെയാണത് പബ്ലിസിറ്റി ആയത്. ഇങ്ങനെയല്ലേ ഓരോ മാറ്റങ്ങൾ ജീവിതത്തിൽ ഉണ്ടാകുന്നതെന്ന് ഞാൻ ചിന്തിക്കും. ഞാനും ഭാവനയും ഗോപികയും കൂടി റിമി ടോമിയുടെ കല്യാണത്തിന് പോയപ്പോൾ ഞങ്ങൾ എല്ലാവരും ഓരോ കാര്യങ്ങൾ സംസാരിച്ചു. അപ്പോഴൊന്നും അടുത്ത ആഴ്ച നീ എൻഗേജ്ഡ് ആകും, അടുത്തയാഴ്ച നീ പുതിയൊരു ജീവിതം തുടങ്ങുകയാണെന്നൊന്നും ഞങ്ങൾ ചിന്തിക്കുന്നില്ല. അവളും ചിന്തിച്ചിട്ടുണ്ടാവില്ല. എത്ര പെട്ടെന്നാണ് എല്ലാം കഴിഞ്ഞത്. എൻഗേജ്മെന്റ് കഴിഞ്ഞു, അടുത്തയാഴ്ച കല്യാണം കഴിഞ്ഞു. അവൾ ഇപ്പോൾ അയർലാൻഡിൽ അവളുടെ വീട്ടിലും എത്തി. കുറച്ച് മാസങ്ങൾ കൊണ്ട് എന്ത് മാറ്റം ജീവിതത്തിൽ ഉണ്ടായി, അത്രയേ ഉള്ളൂ. എനിക്ക് കല്യാണ സമയമായി. എന്റെ വീട്ടിലും വളരെ കാര്യമായി കല്യാണാലോചനകൾ നോക്കി തുടങ്ങിയിട്ടുണ്ട്. എന്റെ ജീവിതത്തിലും ചിലപ്പോൾ ഇങ്ങനെയായിരിക്കുമെന്നും അന്ന് കാവ്യമാധവൻ പറയുകയുണ്ടായി. ഗേളി ആൻഡോ എന്നാണ് ഗോപികയുടെ യഥാർത്ഥ പേര്. ചെറുപ്പം മുതൽ എയർ ഹോസ്റ്റസ് ആകാൻ ഇഷ്ടപ്പെട്ടിരുന്ന ഗോപിക അപ്രതീക്ഷിതമായാണ് സിനിമയിലെത്തിയത്. തുടർന്ന് നിരവധി ചിത്രങ്ങളുടെ മലയാളികളുടെ പ്രിയപ്പെട്ട നടിയായി മാറുകയും ചെയ്തു. അഭിനയത്തിന് പുറമെ നല്ലൊരു നർത്തകി കൂടിയാണ് ഗോപിക. ചെറുപ്പം മുതൽ നൃത്തം അഭ്യസിക്കുന്നുണ്ട്. ഒരിക്കലും ഒരു സിനിമ നടി ആവുക എന്ന ലക്ഷ്യം തനിക്ക് ഉണ്ടായിരുന്നില്ലെന്ന് ഗോപിക ഇടയ്ക്ക് പറഞ്ഞിരുന്നു. മാത്രമല്ല തന്റെ ചിത്രങ്ങൾക്ക് താൻ തന്നെയാണ് ശബ്ദം നൽകുന്നതെന്ന പ്രത്യേകതയുമുണ്ട്. അതൊരു നടിയെ സംബന്ധിച്ചു വലിയ കാര്യമാണ്. സിനിമയിൽ തിളങ്ങി നിന്ന ഗോപികയുടെ വിവാഹം 2008 ജൂലൈ 17 അയർലാൻഡിൽ ജോലി ചെയ്യുന്ന അജിലേഷിനെയാണ് വിവാഹം ചെയ്തത്. തുടർന്ന് സിനിമാ അഭിനയം വിവാഹത്തോടെ നിർത്തുവാൻ തീരുമാനിക്കുകയായിരുന്നു. ഇപ്പോൾ ഭർത്താവിനും 2 മക്കൾക്കുമൊപ്പം അയർലാൻഡിൽ സ്ഥിരതാമസമാണ് താരം. വിവാഹത്തിന് ശേഷം സിനിമയിൽ നിന്ന് വിട്ടുനിന്ന ഗോപിക ഇനി സിനിമയിലേക്ക് തിരിച്ചു വരുമോ എന്നാണ് പ്രേക്ഷകർക്ക് ഇപ്പോഴും അറിയേണ്ടത്. സിനിമയിലേക്ക് തിരിച്ചു വരില്ല എന്ന് ഒരിക്കലും തീരുമാനിച്ചിട്ടില്ല എന്ന് നടി പറഞ്ഞിരുന്നു. വിവാഹത്തിന് ശേഷം ഭാര്യ അത്ര പോരാ എന്ന ചിത്രത്തിലൂടെയായിരുന്നു താരം തിരിച്ചെത്തിയത്. ജയസൂര്യ, വിനീത് എന്നിവരോടൊപ്പം അഭിനയിച്ച് പ്രണയമണി തൂവലാണ് ഗോപികയുടെ ആദ്യ ചിത്രം. ഇതിന് വലിയ മികച്ച ശ്രദ്ധ നേടാൻ കഴിഞ്ഞില്ല എങ്കിലും ഗോപികയെ പ്രേക്ഷകർ ശ്രദ്ധിച്ചിരുന്നു. 2ാമത്തെ ചിത്രം ഫോർ ദ പീപ്പിൾ ഒരു ബ്ലോക്ക് ബസ്റ്റർ ആയിരുന്നു. ഇത് പല ഇന്ത്യൻ ഭാഷകളിലും ഡബ് ചെയ്യപ്പെട്ടു. ജയരാജാണ് ഇത് സംവിധാനം ചെയ്തത്. തമിഴ് നടൻ ഭരത് നായകനായി അഭിനയിച്ചു. ഈ ചിത്രത്തിലെ ലജ്ജാവതിയെ നിന്റെ കള്ളക്കടക്കണ്ണിൽ എന്ന ഗാനം കേരളത്തിൽ വലിയ വിജയമായിരുന്നു. ഇതിലൂടെ ഗോപിക മലയാളികളുടെ മനസ്സിൽ സ്ഥാനം ഉറപ്പിച്ചു. പ്രശസ്ത തമിഴ് ചലച്ചിത്ര സംവിധായകൻ ചേരൻ തന്റെ ഓട്ടോഗ്രാഫ് എന്ന ചിത്രത്തിനായി 2004 ഗോപികയെ തെരഞ്ഞെടുത്തു. ഇത് 2004 മറ്റൊരു വലിയ വിജയമായിരുന്നു. മോഹൻലാൽ നായകനായി കീർത്തിചക്ര എന്ന ചിത്രത്തിൽ ജീവയ്ക്കൊപ്പവും ഗോപിക എത്തിയിരുന്നു. വളരെ കുറച്ച് സീനുകളിൽ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ എങ്കിലും ശ്രദ്ധിക്കപ്പെട്ട കഥാപാത്രമായിരുന്നു. അടുത്തിടെയും സിനിമയിൽ വന്ന ശേഷമുള്ള തന്റെ ജീവിതത്തെക്കുറിച്ച് കാവ്യ പറഞ്ഞ വാക്കുകൾ വൈറലായിരുന്നു. അനുഭവങ്ങൾ ഒരുപാട് ഉണ്ടായിട്ടുണ്ട്, നല്ലതും ചീത്തതുമായ അനുഭവങ്ങൾ. എനിക്ക് എല്ലാവരെയും വിശ്വസിക്കാനാണ് ഇഷ്ടം. ഇപ്പോൾ ഒരു പരിധിവരെ ആളുകളെ തിരിച്ചറിയാൻ പറ്റുന്നുണ്ട്. അനുഭവം കിട്ടി മാറിയതാണ്, അല്ലാതെ ഞാൻ അതിന് ശ്രമിച്ചിട്ട് മാറിയതല്ല. ഞാൻ 5 വയസ്സിൽ സിനിമയിൽ വന്നു എന്ന് പറഞ്ഞില്ലേ, 4 വയസ്സ് വരെയാണ് ഞാൻ നോർമലായിട്ടുള്ള ഒരു കുട്ടിയായിട്ട് ജീവിച്ചിട്ടുള്ളൂ. 5 വയസ്സ് മുതൽ സിനിമയാണ് എന്റെ ലോകം. അവിടെ എനിക്ക് നല്ല അനുഭവം മാത്രമേ ഉണ്ടായിട്ടുള്ളൂ. എന്നെ ആരും ദുരുപയോഗമൊന്നും ചെയ്തിട്ടില്ല. ആരും ഞാൻ വിശ്വസിച്ചതിന്റെ പേരിൽ എന്നെ പറ്റിക്കാൻ അവരുടെ ഒരു ടൈം പാസിന് എന്ന പോലെ എന്നെ ഇങ്ങനെ പിരികേറ്റു. ഞാൻ അതിന് എന്തെങ്കിലും മണ്ടത്തരം പറയുക, അതൊക്കെ എൻജോയ് ചെയ്യാൻ വേണ്ടി, നേരം പോക്കിന് വേണ്ടിയുള്ള പറ്റിക്കൽ മാത്രമേ എന്റെ അടുത്തുണ്ടായിട്ടുള്ളൂ എന്നുമാണ് കാവ്യമാധവൻ പറയുന്നത്. വിദ്യാഭ്യാസം കുറഞ്ഞതിൽ തനിക്ക് വിഷമമൊന്നുമില്ലെന്ന് കാവ്യ പറഞ്ഞിരുന്നു. കുറച്ചുകൂടെ പഠിക്കാൻ പറ്റിയിരുന്നെങ്കിൽ എന്ന് ചിലപ്പോൾ തോന്നാറുണ്ട്. കോളേജിൽ MA വരെ പഠിച്ചാൽ കിട്ടാത്തത്ര അനുഭവങ്ങൾ സിനിമയിൽ നിന്ന് ഇത്രയും വർഷങ്ങൾ കൊണ്ട് എനിക്ക് കിട്ടിയിട്ടുണ്ട്.
പഠിച്ചത് കൊണ്ട് മാത്രം കിട്ടാത്ത കുറെ അറിവുകൾ ഉണ്ട്. അതൊക്കെ എനിക്കുണ്ട്. ഒരു മനുഷ്യന് ജീവിക്കാൻ അറിയണം. ആ അറിവിന്റെ ആവശ്യമേ ഉള്ളൂ. അല്ലാതെ കുറെ കെമിസ്ട്രിയും ബയോളജിയും അങ്ങോളം പഠിച്ചിട്ട് കൊണ്ട് ജീവിക്കാൻ പറ്റണമെന്നില്ല. അങ്ങനെ ഒരാൾക്ക് ഒരു ദിവസം അടുക്കള കൈകാര്യം ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിച്ചാൽ കണ്ണും മിഴിച്ച് നിൽക്കുകയുള്ളൂ. ഞാൻ ആഗ്രഹിച്ച ജീവിതത്തിൽ ഞാൻ കാണുന്ന പ്ലസ് അതാണ്. ഒരു പെണ്ണിനെ സംബന്ധിച്ച് എന്റെ കാഴ്ചപ്പാടിൽ വീട് നന്നായി നോക്കാൻ പറ്റുക എന്നതാണ് ഏറ്റവും വലിയ കാര്യം. അതെനിക്ക് പറ്റുമെന്ന വിശ്വാസം ഉണ്ട്. ഞാൻ മലയാളം മീഡിയത്തിൽ പഠിച്ച കുട്ടിയാണ്. എനിക്ക് ഇംഗ്ലീഷ് അത്ര ഫ്ലുവന്റ് അല്ല. പക്ഷേ എന്ന് കരുതി എന്റെ കമ്മ്യൂണിക്കേഷന് ഒരു കുഴപ്പവും പറ്റിയിട്ടില്ലെന്നും കാവ്യമാധവൻ അന്ന് വ്യക്തമാക്കിയിരുന്നു. 2016 നവംബർ 25-നായിരുന്നു കാവ്യയുടെയും ദിലീപിന്റെയും വിവാഹം. വിവാഹത്തിന് ഏതാനും മണിക്കൂറുകൾക്ക് മുന്നേ മാത്രമാണ് വിവാഹിതരാകാൻ പോകുന്നു എന്ന വിവരം പുറത്തു വന്നത്. ഒന്നിച്ച് അഭിനയിച്ചിരുന്ന കാലം മുതൽ ദിലീപ് കാവ്യബന്ധം വലിയ ഗോസിപ്പായി നിലനിന്നിരുന്നെങ്കിലും തീർത്തും അപ്രതീക്ഷിതമായിട്ടായിരുന്നു ഇവരുടെ വിവാഹം. സിനിമയിൽ പ്രേക്ഷകർ കണ്ട അതേ കെമിസ്ട്രി ജീവിതത്തിൽ മുൻനിർത്തി മുന്നേറുകയാണ് താരങ്ങൾ ഇപ്പോൾ. അതേസമയം കാവ്യ അഭിനയത്തിലേക്ക് തിരികെ വരുന്നതായുള്ള വാർത്തകൾ കുറച്ചു നാളുകൾക്ക് മുമ്പ് പുറത്തെത്തിയിരുന്നു. അടുത്തിടെയായി പുറത്തെത്തിയ മേക്ക് ഓവർ ചിത്രങ്ങളായിരുന്നു അതിന് കാരണം. ദിലീപ് ചിത്രം റൺവേക്ക് 2ാം ഭാഗം വന്നു എന്നുള്ള വാർത്തകൾക്ക് പിന്നാലെയാണ് കാവ്യ വീണ്ടും അഭിനയത്തിലേക്ക് എത്തുന്നതായുള്ള വാർത്തകളും പരന്നത്. എന്നാൽ നടിയോ ദിലീപോ ഇതേക്കുറിച്ച് പ്രതികരിച്ചിട്ടില്ല. എന്നാൽ ജയറാമിന്റെ മകൾ മാളവികയുടെ വിവാഹ റിസപ്ഷൻ എത്തിയപ്പോൾ കാവ്യയോടും ഇനി അഭിനയത്തിലേക്ക് വരുമോ എന്ന് ചോദ്യം വന്നിരുന്നു. എന്നാൽ ഇല്ല എന്ന് മാത്രമാണ് കാവ്യ മറുപടി പറഞ്ഞത്. അതേസമയം മകളെ അഭിനയത്തിലേക്ക് വിടുമായിരിക്കും അല്ലേ എന്ന ചോദ്യത്തിന് കാവ്യ മറുപടി നൽകിയതുമില്ല. വളരെ ചെറുപ്പത്തിൽ തന്നെ സിനിമയിൽ എത്തിയ കാവ്യ നായികയായത് 14-ാം വയസ്സിലായിരുന്നു. ദിലീപിന്റെ നായികയായി ഒട്ടനവധി സിനിമകളിൽ അഭിനയിച്ചിരുന്നു. ഏത് വേഷമായാലും മികച്ച രീതിയിൽ ചെയ്യാനുള്ള കഴിവ് തന്നെയാണ് കാവ്യയുടെ പ്രത്യേകത. അഭിനയ മികവിന് ധാരാളം അംഗീകാരവും താരത്തെ തേടി വന്നിരുന്നു. കാവ്യ അഭിനയത്തിലേക്ക് തിരിച്ചെത്തുന്നത് കാണാൻ ആഗ്രഹിക്കുന്ന ഒരുപാട് ആരാധകരുണ്ട്. ഭാവന അടുത്തിടെയാണ് വീണ്ടും മലയാളത്തിൽ സിനിമകൾ ചെയ്തു തുടങ്ങിയത്. എന്റെ ഇക്കാക്കൊരു പ്രേമുണ്ടായിരുന്നു എന്ന സിനിമയിലൂടെയാണ് ഭാവന മലയാളത്തിലേക്ക് തിരിച്ചെത്തിയത്. സോഷ്യൽ മീഡിയയിൽ വളരെ സജീവമായ താരം ഇടയ്ക്ക് തന്നെ ചിത്രങ്ങളും വിശേഷങ്ങളും എല്ലാം തന്നെ പങ്കുവെച്ചെത്താറുണ്ട്. ദ ഡോർ ആണ് നടിയുടെ പുതിയ ചിത്രം. നടിയുടെ സഹോദരൻ ജയദേവാണ് ചിത്രം സംവിധാനം ചെയ്യുന്നത്. ചിത്രത്തിൽ ഭാവന ഒരു ആർക്കിടെക്റ്റായി പ്രത്യക്ഷപ്പെടുമ്പോൾ ഗണേഷ് വെങ്കിട്ടറാം ഒരു പോലീസ് ഉദ്യോഗസ്ഥന്റെ വേഷത്തിലാണ് എത്തുന്നത്. മീര ജാസ്മിൻ ആകട്ടെ വമ്പൻ മേക്ക് ഓവറിലാണ് തിരിച്ചെത്തിയത്. തുടക്ക സമയത്ത് ഞെട്ടിച്ച മീര പിന്നീട് ടൈപ്പ് കാസ്റ്റിംഗും മറ്റും കൊണ്ട് നിറം മങ്ങിയ അഭിനേത്രിയായി മാറി. മകൾ ക്യൂൻ എലിസബത്ത് സിനിമകളിലൂടെ മീര വീണ്ടും പഴയ പ്രതാപത്തിലേക്ക് വരാനുള്ള ശ്രമങ്ങൾ ആരംഭിച്ചു കഴിഞ്ഞു. വിവാദങ്ങളും ഗോസിപ്പുകളും കടുത്ത സമയത്താണ് മീര പതിയെ സിനിമാ ലോകത്ത് നിന്നും അകത്തു നിന്നത് തന്നെ.